ബാക്കി വന്ന ചോറിൽ ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. പാനിലേക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള ചോറിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയും ചോറും കൂടെ മിക്സ് ആയി ഇത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഐറ്റംസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പൊ ആദ്യം ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, ഇതിലേക്ക് ക്യാരറ്റും ബീൻസും കാബേജും ക്യാപ്സിക്കവും ഞാൻ ഇതുപോലെ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് കുക്കായി വരുന്നത് കാത്തിരിക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം കുക്കായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചിരുന്ന ചോറില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതെല്ലാം കൂടെ പാനിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സംഭവം കാണുമ്പോഴല്ല, നിങ്ങൾ ഉറപ്പായി ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. ഇതുപോലുള്ള നല്ല നല്ല കുക്കിംഗ് വീഡിയോസിനായിട്ട് എന്റെ പേജും കൂടെ ഒന്ന് ഫോളോ ആക്കിട്ടോ.